ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. തോബിത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം. ദൈവവിചാരം ഉള്ളിടത്ത് പാപവിചാരം നഷ്ടമാകുന്നു. ബൈബിളിൽ സൂസന്ന എന്ന സ്ത്രീയെ അപമാനിക്കാൻ വന്ന 2 പേരെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: അവർ വിവേകശൂന്യരായി ദൈവവിചാരവും ധർമ്മബോധവും കൈവെടിഞ്ഞു. നമ്മുടെ ചെയ്തികളിലും വാക്കുകളിലും അറിഞ്ഞും അറിയാതെയും നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ദൈവവിചാരത്തെ വീണ്ടെടുക്കാനുള്ള സമയമാകട്ടെ ഈ നോമ്പുകാലം. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ, അവിടുന്ന് നിനക്ക് വഴിതെളിച്ചു തരും.